ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു കൊനഷ്ടം കൊണ്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഫോട്ടോയിൽ കാണുന്ന മഹത് വ്യക്തി അവർ കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ദിസ് ഈസ് കൾഡ് ആർഷഭാരത സംസ്കാരം. എന്ത് ആർഷഭാരത സംസ്കാരം? സ്നാപ്ഷോട്ട്. ഞാനിപ്പോൾ അവരുടെ വീഡിയോ ഒന്നും കാണുന്നില്ല, കാരണം ആ പെണ്ണ് നമ്മളെ പറ്റിച്ചതാണ് കേട്ടോ. ആദ്യം നമ്മളെ അടുത്ത് പറഞ്ഞ് അവളുടെ ഫസ്റ്റ് മാരേജ് ആണെന്ന്, പിന്നെ പറഞ്ഞ് സെക്കൻഡ് മാരേജ് ആണെന്ന്, പിന്നെ പറയുന്നത് പരപറ മാരേജ് ആണെന്ന്. എന്തൊക്കെയാ പെണ്ണ് നമ്മളെ പറ്റിച്ച്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്പോൾ കാണുന്നില്ല. പക്ഷെ ഇതിങ്ങനെ കയറി വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ ഒരെണ്ണം പോസ്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഞാൻ കുറച്ച് വേറെ 2-3 പേരുടെ വീഡിയോ ഉണ്ട്. ഇഷാനി കുഷാനി എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം ഉണ്ടല്ലോ. ഏതാ ഒന്നിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അച്ഛൻ നല്ല കുപ്പായൊക്കെ ഇട്ടിട്ട് മോളെ ഒരു ചെട്ടിയും പാടിക്കകത്ത് നിർത്തിയിട്ട് രണ്ടും കൂടെ പൂളിനകത്ത് കിടന്ന് കെട്ടിമറിയണം. എന്തൊക്കെയാണ് നടക്കണം. എന്തായാലും സംസ്കാരം അങ്ങേയറ്റം ഉയർത്തിപ്പിടിക്കുന്ന, പഴങ്കഞ്ഞി ഇഷ്ടപ്പെടുന്ന, കുഴികുത്തി ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സംഗീ അച്ഛൻ്റെ മോള് കാണിക്കുന്ന അമരാവതി തരമാണ് ഇതൊക്കെ. ഇത് അമരാവതി തരമാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആണ്. സോറി കേട്ടോ, ഞാൻ കുലസ്ത്രീയാണ്. ഈ ഒരു വിഷയത്തിൽ ഞാൻ ഭയങ്കര കുലയാ. എനിക്ക് ഭയങ്കര കുലസ്ത്രീ പരിവേഷം. നിങ്ങൾ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് സംശയമല്ല. എനിക്ക് ഭയങ്കര അസൂയയാണ്. സത്യമായിട്ടും ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം സന്തോഷമല്ലയോ? ഒരക്ഷരം വേണ്ടി പോരെ. എന്തെങ്കിലും നിങ്ങൾ ഇതിനെതിരെ പറയാൻ ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ വൃത്തികെട്ട സദാചാരവാദിയാണ് പുറത്തേക്ക് വരുന്നത്. ഒരു കാരണവശാലും ആ സദാചാരവാദത്തിനെ ഞാൻ അംഗീകരിക്കത്തില്ല. എനിക്ക് സദാചാരവാദമില്ല, പുരോഗമനവാദം മാത്രമാണ്. പുരോഗമനവാദിയായ ഞാൻ ഇതൊക്കെ അംഗീകരിക്കും. ഇതൊക്കെ ഇനിയും ചെയ്യണം. കൊള്ളാം മോളെ. നമ്മൾ ഈ നിഷാനെയും മറ്റേ നിമിഷ ബിജുവിനെയും ഒക്കെ നമ്മൾ ഓരോന്ന് പറയും. ഇതിൽ എത്രയോ ഭേദമാണ് അഞ്ജിത നായർ എന്ന് പറയാം അല്ലേ? സത്യമായിട്ടും ഇവർക്ക് ഇങ്ങനെയൊക്കെ കാണിച്ച് പൈസ ഉണ്ടാക്കാമെങ്കിൽ ആ കുട്ടികൾ തുണിയൊക്കെ കൊടുത്തിട്ടല്ലേ ഓരോന്ന് കാണിക്കുന്നത്. ചക്ക കാണിക്കേ, ചക്കച്ചൊള കാണിക്കേ. ഇതിനകത്ത് പരുത്തിക്കുരു ഉണ്ടായിരുന്നെങ്കിലും വേണ്ടിയില്ലായിരുന്നു. ഇച്ചിരിപ്പുലം എന്തെങ്കിലും മാതള നാരങ്ങ ഉണ്ടായിരുന്നെങ്കിലും ഇത് ലോകം വെച്ചേക്കത്തില്ല എന്നുള്ളതാണ്. പ്രസവിച്ചു കൂട്ടി, കല്യാണം കഴിച്ചു, പ്രസവിച്ചു കൂട്ടി, ആരെങ്കിലും വളർത്തട്ടെ, ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോട്ടെ, ആരെങ്കിലും ഉണ്ടാക്കട്ടെ എന്നൊക്കെ രീതിയിൽ ഉണ്ടാക്കി തള്ളുമ്പോഴത്തേക്ക് ഇതിനപ്പുറവും കാണും. നമ്മളൊക്കെ ഇത് കാണേണ്ടി വരും. മലയാളീകരിച്ച മലയാളം അങ്കയായ മലയാളി ഫാമിലിയിലുള്ള മലയാളത്താൻ്റെ മലയാളി മോനാണ് ഈ പോക്കൃത്തരങ്ങൾ കാണിക്കണേന്നുള്ളതാണ്. ഈ പണ്ട് ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, അതായത് പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് എടുക്കുമ്പോഴത്തേക്ക് ഒരു പയ്യൻ്റെ അടുത്ത് ലിപ് ലോക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു. ആ പയ്യ ഒരു മറുപടി പറഞ്ഞു, ബെഡ്റൂമിൽ കാണിക്കാനുള്ളതൊക്കെ ഞങ്ങളങ്ങ് ബെഡ്റൂമിൽ കാണിച്ചോളാം, ഞാൻ അതിനകത്ത് ചെയ്യാനുള്ളതൊക്കെ ഞങ്ങളങ്ങ് ചെയ്തോളാം, അത് പബ്ലിക്കിൽ കാണിച്ചിട്ടുള്ള പരിപാടിയൊന്നും ഞങ്ങൾക്ക് വേണ്ട. അന്തസ്സുള്ള കുടുംബത്തിൽ പറക്കുന്നവരങ്ങനെയാണ്. ഈ അന്തസ്സുള്ള കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് അത് അങ്ങനെയാണ്. പിന്നെ അച്ഛന് വലിയ വിഷമമൊന്നും വരുന്നത് മമ്മത്ത് പത്മനാഭൻ പണ്ട് പറഞ്ഞ കണക്ക് ചൂട്ടേറ്റ ഹോൾഡർ അല്ലേ തന്തിയാൻ. ഇതിനപ്പുറമൊക്കെ അംഗീകരിച്ചു കൊടുക്കും. ലേശ ഉളുപ്പ്, ലേശം ഒരൽപ്പം എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഈ ഒരുപാട് കാണിക്കുന്നവരുടെ ഇന്റേണൽ മാറ്റർ എടുത്തു നോക്കിയാൽ വട്ടപൂജയായിരിക്കും. ചെറുക്കനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും കാണത്തില്ല പെണ്ണിന്. പക്ഷെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എന്നെ ഏത് നേരവും അവനിങ്ങനെ ജുംജിക്കി അടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണോ എന്നും അറിയത്തില്ല. ഒരു വല്ലാത്ത ജാതി. ആദ്യമായിട്ടില്ല, തൂറാത്തവൻ തൂറമ്പൻ തീട്ടം കൊണ്ട് ആറാട്ടം എന്ന് പറയുന്ന കണക്ക് ഉള്ള ഒരു കഥയാണ് ഇപ്പം ഈ കാണുന്നത്. അല്ലാതെ പിന്നെ ഇതിപ്പോൾ എന്തോ അതിശയമായിട്ട് ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന. ഇപ്പം ഇത് നമ്മളെല്ലാം പറഞ്ഞാൽ പറയും, നോക്ക് വെറും സദാചാരവാദി ഇരുന്നുകൊണ്ട് അസൂയ പറയണം, ഇവർക്ക് അസൂയാണ്, കുശുമ്പാണ്, ഇവർക്ക് ഭയങ്കര കുശുമ്പാണെന്ന് പറയും. പിന്നെ ഇതൊക്കെ കണ്ട കുശുമ്പല്ല, എന്തൊരു നീ എവിടെ പോയത്? മരുഭൂമിയില്ല, അങ്ങനെ തുണിയില്ലാണ്ട് നടക്കാനൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻകറേജ് ചെയ്യുന്ന ഒരു മമ്മിയും അതിനേറ്റൊരു കിച്ചൂട്ടനും, ആ കിച്ചൂട്ടൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സും. എന്ത് വാ, കൊള്ളാം, നന്നായിട്ടുണ്ട് മോളെ. നിഷാന ലെവലിലേക്ക് നീ താഴരുത്, നിഷാന ലെവലിലേക്കൊന്നും നീ ഉയരുകയും ചെയ്യരുത്. ആ പെണ്ണുങ്ങൾക്ക് പിന്നെ ആത്മാഭിമാന ബോധമുണ്ടെന്ന് ഞാൻ പറയും. സത്യം പറഞ്ഞാൽ നിഷാനയ്ക്ക് എത്രയോ ഉയർന്ന ചിന്താഗതിയുള്ള പെണ്ണുങ്ങളെന്ന് പറയും. ഞാനിതാണ്, എനിക്കിതാണ് പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ കരിക്ക് വിൽപ്പന നടത്തുന്നു. ഇത് ഞാൻ ഭയങ്കര ഡീസൻറ്റ് കുലസ്ത്രീ മറ്റേ ഫാമിലിയിലുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് മോള് കാണിക്കുന്ന പേക്കൂത്താണ്. പണം വേണം, നാണം കെട്ടും പണമുണ്ടാക്കിയിടിൽ നാണക്കേടാ പണം തീർത്തിയിടും. അതാണ് കഥ. പണം നോക്കിയിട്ടുള്ള കുത്തിത്തിരിപ്പാണ്. എങ്ങനെ കാണിക്കുന്നു, എങ്ങനെയും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. 10 പേരെടുത്ത് വെച്ച് കാര്യം പറയും, അതിൽ കൂടെ ഒരു വരുമാനം, അത് വെച്ചൊന്ന് അറുമതിക്കുക, അവിടെ ഇവിടെയൊക്കെ നിരങ്ങാൻ പോവുക.
എന്താ ലൈഫല്ലേ, ഭയങ്കര ജോളി ലൈഫാണ്. ഒരു സെലിബ്രിറ്റിയുടെ മകളാണ്. അത്യാവശ്യം, അതായത് ഈ BJPയുടെ മക്കൾ എല്ലാം ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു പാർട്ടി പ്രവർത്തകനാണ്, ജനപ്രതിനിധിയുടെ മകളാണ്. അയാൾക്ക് ഇതിനൊക്കെ സമാധാനം പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ ബോധം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. നല്ല മോക്ക് രാഷ്ട്രീയത്തിൽ നല്ല ഭാവിയുണ്ട്. ഒരു സരിതാ നായർ ലെവലിലൊക്കെ എത്താൻ എല്ലാ ഇതും ഉണ്ട്. ആ ഒരു മൊത്തത്തിൽ ആ ഫിഗർ അത് നന്നായി മാച്ചപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് പറയുന്നത്. എന്താണെന്നറിയില്ല കൊച്ചേ, നിൻ്റെ വീഡിയോ കാണുന്നതേ ഇഷ്ടമില്ല, ഞാൻ കാണാറുമില്ല, ഒതുക്കി അങ്ങ് കളഞ്ഞതാണ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴേ നമ്മൾ വല്ലതും പറഞ്ഞു, സ്വാഭാവികം. തുണി ഊരിക്കളയുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. പഴയ കാലത്തേക്ക് സഞ്ചരിച്ച് നീങ്ങുന്ന ഒരു പ്രത്യേകതരം ജീവിതമുള്ള ജന്തുക്കൾ എന്നതിനപ്പുറം ഇതിനൊന്നും ഒന്നും പറയാനില്ല. ഓൾ ദ ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻ, നന്നായിരിക്കട്ടെ. മറ്റതും കൂടെയൊക്കെ എടുത്തിട്, വീഡിയോ ആയിട്ടൊക്കെ ഇട്. അതിന് നല്ല വ്യൂ ഉണ്ടാവും, നല്ല പോളി വ്യൂ ആയിരിക്കും. അതും കൂടെ ഇട്. ഇത്രയും ചാനൽ മുന്നോട്ടുണ്ട്, അത്രയും അക്സെപ്റ്റൻസ് ഉണ്ട്, പൊതുസമൂഹം കാണുന്നുണ്ട്, ഒക്കെ ഉണ്ടായിട്ട് പിന്നെ ഈ പേക്കൂത്തൂടെ കാണിച്ചാലല്ലേ. ഇതിന് മുമ്പ് വേറൊരുത്തൻ്റെ കൂടെ പോയി ഇതേപോലെ ഒരു സ്ഥലത്ത് പോയിട്ട് പൊങ്ങിച്ചാടിയിൽ തുണി പൊങ്ങിപ്പോയി അങ്ങനെ കുറേ സീൻ കാണിച്ചതാണ്. ഒരു നാണോ മാനോ ഇല്ലാത്തൊരു മോളും അതിനെല്ലാം ചൂട്ട് പിടിക്കാൻ നടക്കുന്ന ഒരു തന്തിയാണ്. അതിനപ്പുറം ഒന്നും പറയാനില്ല. നല്ല വളർപ്പ്, നല്ല സംസ്കാരം, നല്ല കുടുംബം, മൊത്തത്തിൽ സൂപ്പർ. ഇനിയിപ്പോൾ എനിക്ക് അസൂയാണ്, വാഷി ഗ്രേറ്റ്, അവരുടെ ഡ്രസ്സ് അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ കാഴ്ച. എനിക്കിങ്ങനെ തുണിയില്ലാത്തതൊക്കെ കണ്ടാൽ വല്ലതും പറയാൻ തോന്നും. അതായത് തുണിയില്ലാതെ നടക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യമൊക്കെ ഒത്തിരി മോഡേണൊക്കെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഇത് ഇച്ചിരി ഓവറല്ല, എക്സ്ട്രീം ലെവൽ ഓവറാണ് എന്നുള്ളതാണ്. ഇതൊക്കെ പ്രൈവസിയിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും പബ്ലിക്കിൽ വന്ന് ഞാൻ ഭയങ്കര ചമ്പവമാണെന്ന് കാണിക്കുന്ന ഒരു വല്ലാത്ത തരം കുസ്മാള കുസ്മുണ്ടും അത്രയേ ഉള്ളൂ. അതിനേറ്റ ഒരു തള്ളയും അതിനേറ്റ കുറേ പെമ്പുള്ളരും, അത്ര തന്നെ. നല്ല കാര്യമാണ്. ഇതിനെയാണ് നമ്മളുടെ പണ്ട് കാലത്തുള്ളവർ പറയണത് കൂട്ടിക്കൊടുക്കുക, വിൽക്കുക എന്നുള്ളതൊക്കെ. മക്കളെയൊക്കെ കൊണ്ടുകിടന്ന് വിൽക്കുക എന്നൊക്കെ ഇതിനെയാണ് പറയുക. ഒരു തരത്തിലുള്ള വിൽപ്പനയാണ്. നമ്മൾ സ്ത്രീകളാണ്, നമ്മളുടെ ശരീരം ഇറ്റ്സ് നോട്ട് എ മെറ്റീരിയൽ. അല്ലെങ്കിൽ നമ്മളുടെ ഹസ്ബൻഡുമായിട്ടുള്ള ഒരു പ്രൈവസി ആയിട്ടുള്ള ചില രീതികൾ, അതൊക്കെ നമ്മളുടേതായ ഒരു പ്രൈവറ്റ് സെക്ഷൻ തന്നെയാണ്. അതൊക്കെ എടുത്ത് പബ്ലിക്കിലിട്ട് അങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഒരു തരം വ്യവസായം അല്ലെങ്കിൽ എന്താ പറയണേ, വ്യാപാരം എന്ന് പറയുക. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കച്ചവടം. സൂപ്പറായിട്ടുണ്ട്, കൊള്ളാം, നന്നായിട്ടിരിക്കും. ക്ലാപ്പ്. ഇതാണോ ശങ്കിശം? ഇതാണോ നിങ്ങളെ RSSകാരെ നിങ്ങൾ പഠിക്കുന്നത്? അപ്പോൾ ഈ RSSകാരുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും അല്ലയോ? എന്തെങ്കിലും ആകട്ടെ. ഇതൊക്കെ നമ്മൾ സംസ്കാര സമ്പന്നമായ സാംസ്കാരികതയുടെ മറ്റേ തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ്. വല്ലതും പറഞ്ഞ ഉടനെ പറയും അസൂയ എന്ന് പറയും, അല്ലെങ്കിൽ പറയും നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ കുലസ്ത്രീയാണോ എന്ന് ചോദിക്കും. ഇത് കുലയും കൊലയൊന്നുമല്ല. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണം, തീർച്ചയായിട്ടും. അതാരും തരയൊന്നും വേണ്ട, സ്വതന്ത്രരാണ് അവർ. പക്ഷെ ആ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വയം പര്യാപ്തതയാണ്, സെൽഫ് റെസ്പെക്റ്റാണ്. ഇത് ഞാനൊരു നല്ല പൊളപ്പം പീസാണ്. എന്നെ എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയെല്ലാം സേവിക്കുന്നു അത് നിങ്ങളൊന്ന് കണ്ടറുമാദിക്കും. അങ്ങനെ പറയുന്നതിന് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലായ്മ എന്ന് പറയും. സ്വതന്ത്രയാവുക, സ്വയം പര്യാപ്തയാവുക എന്നതായിരിക്കണം ആത്യന്തിക ലക്ഷ്യം. അല്ലാതെ ഇതുപോലെ ഒന്നും പറയാനില്ല മോളെ. ഭയങ്കര കാട്ടിയ തൊലിക്കട്ടി, അപാരം, സൂപ്പർ, കിട്ടു പൊളിച്ച്.